6-ാം വയസ്സിൽ ബോംബേറിൽ തന്റെ കാൽ കവർന്നെടുത്ത കണ്ണൂരിലെ രാഷ്ട്രീയ അന്ധതയോടാണ് ചെറുവാഞ്ചേരിയിലെ അസ്നയുടെ നിരന്തര പോരാട്ടം. കടുത്ത വേദന സഹിച്ചുള്ള ചികിത്സാക്കാലം, മാസങ്ങളോളം പഠനം മുടങ്ങി. അതിജീവനം ജീവിതം മുഴുവൻ നീണ്ടതാണെന്ന ഉത്തമ ബോധ്യത്തോടെ വീണ്ടും പഠനം. 2013 കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ MBBS ചേർന്ന അസ്ന ഡോക്ടർ അസ്നയായി. ഇന്ന് അസ്നയുടെ വിവാഹമായിരുന്നു. ആലക്കോട് സ്വദേശിയും ഷാർജയിൽ എഞ്ചിനീയറുമായ നിഖിലും ഡോക്ടർ അസ്നയും അസ്നയുടെ വീട്ടിൽ നടത്തിയ ചടങ്ങിൽ മംഗല്യഹാരമണിഞ്ഞു. വിവാഹം നാട്ടുകാർ ആഘോഷമാക്കി. വർഷങ്ങൾക്ക് മുമ്പ് അസ്നയുടെ ചോര ചിന്തിയ ചെറുവാഞ്ചേരിയിലെ വീട്ടുമുറ്റത്ത് സന്തോഷം അലതല്ലി. തദ്ദേശ തെരഞ്ഞെടുപ്പിനിടെ 2000 സെപ്റ്റംബർ 27 അസ്നയുടെ ജീവിതം മാറ്റിമറിച്ച ബോംബേർ. പോളിംഗ് സ്റ്റേഷനായിരുന്ന പൂവത്തൂർ LP സ്കൂൾ ബൂത്തിന് സമീപം വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു 6 വയസ്സുകാരി അസ്ന. പോളിംഗ് ബൂത്തിനകത്തു കയറി ബാലറ്റ് പെട്ടി തട്ടിയെടുത്ത അക്രമി സംഘം ബോംബെറിഞ്ഞ് ഭീതി സൃഷ്ടിക്കുകയായിരുന്നു. ഇതിനിടെ വലിച്ചെറിഞ്ഞൊരു ബോംബ് അസ്നയുടെ കുഞ്ഞു കാലിലേക്ക് വന്ന് വീണ് പൊട്ടിത്തെറിച്ചു. സംഭവത്തിൽ അമ്മ ശാന്തയ്ക്കും അനിയൻ ആനന്ദനും സാരമായി പരിക്കേറ്റു. കോൺഗ്രസ് കുടുംബമായിരുന്നു അസ്നയുടേത്. BJP RSS പ്രവർത്തകരായിരുന്നു കേസിലെ പ്രതികൾ. വർഷങ്ങളോളം വേദന കടിച്ചമർത്തി അസ്ന സ്കൂളിൽ പോകാതെ ചികിത്സ തുടർന്നു. ഗുരുതരമായി പരിക്കേറ്റ അസ്നയുടെ വലതുകാൽ മുട്ടിനു താഴെ മുറിച്ചു മാറ്റേണ്ടി വന്നു. സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഏറെ കോളിളക്കം സൃഷ്ടിച്ച സംഭവമായിരുന്നു ചെറുവാഞ്ചേരിയിലെ ബോംബേർ. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പഠിക്കുമ്പോൾ പടി കയറാൻ അസ്ന ബുദ്ധിമുട്ടി. വിഷയം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ സർക്കാർ മുൻകൈയെടുത്ത് ലിഫ്റ്റ് നിർമ്മിച്ചു. കോൺഗ്രസ് ജില്ലാ നേതൃത്വമാണ് ഇവർക്ക് വീട് നിർമ്മിച്ചു നൽകിയത്. നിലവിൽ വടകരയിലെ സ്വകാര്യ ക്ലിനിക്കിൽ ഡോക്ടറായി ജോലി നോക്കുകയാണ് അസ്ന.